ഇവിടെ ഒരു വൈദികൻ വന്നിട്ടുണ്ട്. അദ്ദേഹം വന്നതിന് ശേഷം ഇവിടെ സമാധാനം എന്താണെന്ന് ഞങ്ങൾ അറിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. വേറൊരു ഞങ്ങളുടെ ഇടവക്കാരുടെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് വാ തുറന്നാൽ ഈ വൈദികൻ കള്ളത്തരേ പറയുള്ളൂ. ഇന്ന് വരെ ഈ അൾത്താരയിൽ ഇങ്ങനൊരു സത്യം പറഞ്ഞിട്ടില്ല. എന്നിട്ട് ഇവിടെയുള്ള ജനങ്ങളുടെ കാശെടുത്ത് ഇവർ ദുർവിനിയോഗം ചെയ്യുക. ഇവരുടെ ഏത് കാര്യങ്ങൾക്കും അവർ പറയുന്ന പോലെ കേട്ടില്ലെങ്കിൽ അവനെ വംശനാശം വരുത്തുന്ന പോലെ അവർ ഓരോ പ്രവൃത്തികളും ചെയ്യുക. ഒരാൾ വന്ന് ഒരു വിശ്വാസി വന്ന് ആ വിശ്വാസിയാണെങ്കിൽ അച്ഛൻ്റെ കൈ പിടിച്ച് തിരിച്ചു. 450 പേര് ഈ പള്ളിക്കകത്തുണ്ടെന്നേരം ഒരു മനുഷ്യൻ അറിഞ്ഞിട്ടില്ല. ഇവിടെ ഒരു സൂയിസൈഡ് വൈദികനാണ് വന്നിരിക്കുന്നത്. സൂയിസൈഡ് സ്ക്വാഡ് വൈദികൻ. അതായത് നിയമങ്ങൾ ഇവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു, അതൊക്കെ ഇങ്ങനെ വെച്ചിട്ടേ ഉള്ളൂ. അതൊന്നും പാലിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. നിങ്ങൾ നിയമങ്ങളെല്ലാം പാലിച്ചുകൊള്ളണം. നിങ്ങൾ കൃത്യമായ പിരിവ് കൊടുക്കണം. ഒരു വർഷം കുറഞ്ഞത് ഞങ്ങളുടെ പള്ളിയിൽ നിന്നും 15 ലക്ഷം രൂപയോളം ഈ കോട്ടയം രൂപതയ്ക്ക് ഞങ്ങൾ കപ്പം കൊടുക്കുന്നുണ്ട്. ജനാധിപത്യം പരമായ യാതൊരു നടപടികളും അല്ലെങ്കിൽ യാതൊരു സ്വാതന്ത്ര്യവും ഇവിടെ ഇല്ല. അദ്ദേഹം പറയും, മറ്റുള്ളവർ കേട്ടോണം. അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കാരണം ഇപ്പം ഇടവകയിൽ വലിയൊരു പ്രശ്നത്തിലേക്ക് വന്നിട്ടിരിക്കുക. ഇപ്പോൾ ഈ 160 വർഷത്തോളം ഞങ്ങളുടെ ഈ പള്ളിക്ക് ചരിത്രമുണ്ട്, അല്ലെങ്കിൽ അത്രയും പഴയ പള്ളിയാണ്. ഏതാണ്ട് 58 വൈദികർ ഇവിടെ സേവനം അനുഷ്ഠിച്ചു. ഈ 58ാമത്തെ വൈദികൻ വരെ ഇവിടെ വലിയ പ്രശ്നമൊന്നുമില്ല. ഇല്ലെന്ന് വല്ലപ്പോഴും ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അതൊക്കെ പരിഹരിച്ചു പോകും. പക്ഷേ ഇതുപോലെ കോടതിയിലേക്കും പോലീസിലോട്ടുമൊക്കെ കേസ് പോകേണ്ട ഒരു സാഹചര്യം ഈ വൈദികൻ്റെ കാലത്താണ് ഉണ്ടായിരിക്കുന്നത്. 2 പ്രാവശ്യം ഇവിടെ പോലീസ് കേസ് ഈ വൈദികൻ ഇടവക ഞങ്ങൾക്കെതിരെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലൊരു വൈദികനെ എങ്ങനെയാണ് ഞങ്ങൾ വൈദികനായിട്ട് അംഗീകരിക്കാൻ സാധിക്കുക? അതൊന്നും സാധിക്കുന്ന കാര്യമില്ല. അതിനൊക്കെ എതിരെ ജനങ്ങൾ നടത്തിയ പ്രതിഷേധവും അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രതികരണമാണ് കഴിഞ്ഞ ദിവസം ഇവിടെ കഴിഞ്ഞ ഞായറാഴ്ച ഇവിടെ കാണാനിടയാണെന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഈ വൈദികനെതിരെ ഏത് രീതിക്കായിരുന്നു, നിങ്ങൾക്കെതിരെ ഏത് രീതിക്കാണ് ഇപ്പോൾ ഇവിടുത്തെ വൈദികൻ തിരിഞ്ഞിരിക്കുന്നത്? ഇവിടുത്തെ വൈദികൻ തിരിഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഇവിടെ മാത്രമല്ല, അദ്ദേഹം ഇതിനു മുമ്പ് ജോലി ചെയ്തിരുന്ന പല ഇടവകൾ, ഇപ്പം നമ്മുടെ ഇവിടെ അടുത്ത് തന്നെ കോട്ടയം രൂപതയുടെ കീഴിൽ വരുന്ന കിടങ്ങൂർ സെൻറ്റ് മേരീസ് ദേവാലയം, ഉഴവൂർ സെൻറ്റ് സ്റ്റീഫൻസ് ദേവാലയം, അതുപോലെ ചുങ്കത്ത് ഇപ്പം ഈ ഷൈനിയുടെ മൃതദേഹം അടക്കം ചെയ്ത ചുങ്കം ദേവാലയം, അതോടൊപ്പം തന്നെ രാജപുരം, അതായത് മലബാറിലാണ് രാജപുരം, കോട്ടയം രൂപതയുടെ പരിധിയിൽ വരുന്ന ദേവാലയം. അവിടെയൊക്കെ പ്രശ്നങ്ങളാണ്. രാജപുരത്ത് വലിയ പ്രശ്നത്തിലേക്ക് കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുക. രാജപുരത്ത് എന്താണെന്ന് ചോദിച്ചെന്നാൽ അവിടെ ജനങ്ങളെ 2-3 തട്ടായിട്ട് തിരിച്ചു. അവിടെ ഒരു പള്ളി പണിയണമായിരുന്നു എന്നൊരു വിഭാഗം. പക്ഷേ ആ പള്ളി പണിയാനുള്ള അനുമതിയൊക്കെ അദ്ദേഹം കള്ളപ്രമാണങ്ങൾ കൊടുത്തു, അല്ലെങ്കിൽ തെറ്റായ കാര്യങ്ങൾ ഉദ്യോഗസ്ഥരെ ധരിപ്പിച്ചാണ് അദ്ദേഹം അതിനുള്ള അനുമതി മേടിച്ചത്. അതായത് പള്ളി മെയിൻ്റനൻസ് നടത്താൻ വേണ്ടി, അതായത് അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടിയാണ് അദ്ദേഹം പെർമിഷൻ വാങ്ങിയത്. പക്ഷേ അതിൻ്റെ മറവിലൂടെ പള്ളി പൊളിച്ചു പണിയാൻ ശ്രമിച്ചു. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം അത്തരത്തിൽ കള്ളത്തരം കാണിച്ച അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിച്ച് കൊണ്ട് മേടിച്ച അനുവാദം സർക്കാർ ക്യാൻസൽ ചെയ്തിരിക്കുക. അപ്പം അത്തരത്തിലുള്ള നിരവധിയായ പ്രശ്നങ്ങളാണ് ഇത് ഇരുന്ന എല്ലാ ഇടവകളിലും നടന്നിട്ടുള്ളതെന്ന് ഞങ്ങൾക്ക് കൃത്യമായ അറിവുണ്ട്. ഞങ്ങൾ ഇതുവരെ ഒരു വൈദികരോട് ഞങ്ങളെന്ന് പറയും, എൻ്റെയൊക്കെ കുടുംബത്തൊക്കെ വൈദികരുണ്ടായിരുന്ന ആൾക്കാരാണ്. അപ്പം വൈദികർ അവരുടെ നിലയ്ക്ക് നിൽക്കണം തീർച്ചയായിട്ടും. അല്ലാതെ കൊണ്ട് ജനങ്ങളുടെ മേലെ കുതിര കയറാനും മെക്കിട്ട് കയറാനൊന്നും വന്നു കഴിഞ്ഞാൽ അതൊക്കെ ഇനിയുള്ള കാലത്തൊന്നും, കാരണം ജനങ്ങൾക്ക് വിദ്യാഭ്യാസമായി ചിന്തിക്കാൻ കഴിവുണ്ട്. ഇവരുടെ ആരുടെയും ചിലവില്ല ഞങ്ങളാരും കഴിയുന്നത്. അപ്പോൾ ആ കാലഘട്ടമൊക്കെ പോയി. ഇപ്പോൾ യൂറോപ്പിലൊക്കെ നമുക്കറിയാമല്ലോ, എത്രയോ പള്ളികൾ വെറുതെ അടച്ചു പൂട്ടിയും അല്ലെങ്കിൽ ബാറുകളാക്കിയൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുക. ഈ ഒരു മാറ്റം ഇവരിപ്പോഴും തിരിച്ചറിയുന്നില്ല. അതാണ് ഏറ്റവും സങ്കടകരമായ വസ്തുത. അപ്പോൾ ഇപ്പോൾ ഇവിടുത്തെ ഒരു വിഭാഗീയത തന്നെയാണോ കഴിഞ്ഞ ദിവസം ഒരു ഫ്ലെക്സ് ബോർഡ് കത്തിക്കുന്നതിനുള്ള ഒരു സാഹചര്യം ഉണ്ടായെന്ന് കേട്ടല്ലോ, അതേപ്പറ്റി എന്താ പറഞ്ഞത്? അത് ഞാൻ വലിയ വിഭാഗീയത കൊണ്ടാണെന്ന് ഞാൻ വിചാരിക്കുന്നൊന്നുമില്ല. ഇപ്പം എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും ഉൾക്കൊള്ളണമെന്നില്ല. ഇപ്പം ഓരോരുത്തരുടെ പ്രതികരണ ശേഷി പല രീതിയിലാണ്. അവരാരും നമുക്ക് അന്യരൊന്നുമല്ല. അപ്പം ഇടവകയിൽ അങ്ങനത്തെ വിഭാഗീയതയുടെ ഫലമായിട്ട് കത്തിച്ചൊന്നും ഞാൻ വരുന്നില്ല. ഓരോരുത്തർക്ക് ഉള്ള ഓരോ മാനസികമായ അവസ്ഥകൾ, ഓരോ കാര്യങ്ങളെ കാണുന്നു. അവർക്ക് സഭയോടുള്ള ചിലരുടെ അമിതമായ വിധേയത്വം, അങ്ങനെ പല കാര്യങ്ങളുണ്ടാകും. അപ്പം ഞാൻ അതിനൊന്നും കുറ്റം പറയുന്നില്ല. അവർക്ക് നമ്മുടെ സഹോദരങ്ങൾ തന്നെയാണ്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഞങ്ങളുടെ പുരോഹിതനായ വ്യക്തി ഞങ്ങൾക്കെതിരെ കേസ് കൊടുത്തു. അപ്പം ഞങ്ങളതിനെ തെറ്റായിട്ടാണ് കണ്ടത്. കാരണം ആ ഒരു നിലവാരം ഞങ്ങൾക്ക് കാണിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇനി അങ്ങനെ ഒരു വ്യക്തി അങ്ങനെ ചെയ്തെങ്കിൽ തന്നെ അതിനൊരു വലിയ തെറ്റായിട്ടോ
അത് ഒരു വലിയൊരു ബാധകമായിട്ടൊന്നും ഞങ്ങൾ പറയുന്നില്ല. അല്ല, ഞങ്ങളുടെ വികാരിയായിട്ടൊരു വ്യത്യാസമില്ലാതെ പോയില്ലേ, ഞങ്ങളും വികാരിയെ പോലെ ആകത്തില്ലേ. അതുകൊണ്ട് അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നുമില്ല. ഇവിടെ ഇപ്പോൾ ഇത്തരത്തിലൊരു പ്രശ്നം തുടങ്ങിയിട്ട്, അതായത് ഈ അച്ഛനുമായിട്ടുള്ള ഇവിടുത്തെ വൈദികനുമായിട്ടുള്ള ഒരു പ്രശ്നം തുടങ്ങിയിട്ട് ഇപ്പോൾ എത്ര നാളായി നിങ്ങൾ തമ്മിലൊരു പ്രശ്നം? ഇവിടെ ഈ വൈദികനുമായിട്ടുള്ള പ്രശ്നമെന്ന് പറയാൻ ഞങ്ങൾ തമ്മിലൊരു പ്രശ്നമല്ലത്. ഇതിപ്പം ഈ വൈദികൻ കോട്ടയം രൂപതയ്ക്ക് എവിടെയെങ്കിലും ഏതെങ്കിലും ഭാഗം ഇവർക്ക് ആരുടെയും വ്യക്തിവൈരാഗ്യങ്ങളുണ്ടെങ്കിൽ അത് തീർക്കാൻ വേണ്ടി വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു വൈദികനാണ് ഈ ഫാദർ ജോർജ് പുതുപ്പറമ്പൻ. ഇപ്പോൾ ഇങ്ങനെ ഇവിടെ ആക്കിയിരിക്കുക, ഇങ്ങനെ ഇവിടെ തന്നെയല്ല, ഇങ്ങനെ ഇരുന്ന സർവ്വ ഇടവകയിലും പ്രശ്നങ്ങൾ വളരെ മോശമായിരുന്നു. പലയിടത്തും കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിരിക്കുന്നതാണ്. ഇപ്പോൾ ഞങ്ങളുടെ ഈ നീണ്ടുപള്ളി ഇടവക എന്ന് പറയുന്നത് 157 വർഷമായി. ഇതുവരെ യാതൊരു പ്രശ്നവും എല്ലാ വൈദികരും ഇടവക്കാരുമായിട്ട് ഞങ്ങൾ ഒത്തൊരുമിച്ച് പോവുകയും വളരെ സഹകരണത്തോടുകൂടി പോയിക്കൊണ്ടിരുന്നതാണ്. ഈ ഇടവ ഇപ്പം 57 കഴിഞ്ഞ് ഇങ്ങനെ 58ാമത്തെ വൈദികനാണ്. ഈ വൈദികൻ വന്നേ പിന്നെയാണ് ഈ നീണ്ടുപള്ളി ഇടവകയുടെ ചരിത്രത്തിൽ ആദ്യമെയാണ് ഇടവക്കാരെ കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ കയറ്റി, അതായത് ഞാനും ഇപ്പോൾ ഈ പ്രസംഗിച്ച പുള്ളിയും കൂടെ ഞങ്ങളുടെ രണ്ടുപേരുടെ അധ്യക്ഷതയിൽ വേറെ 10-8 പേരുടെ പേരൂടെ കൊടുത്ത് ഞങ്ങളെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കയറ്റി. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് ആ CI വാദിയുടെയും പ്രതിയുടെയും കാര്യങ്ങൾ കേട്ടു. അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ പറയാത്ത കാര്യങ്ങളാണ്, കള്ളത്തരാണ് അവിടെ ചെന്ന് പറഞ്ഞത്. അപ്പോൾ ആ CI മാന്യമായ വിധത്തിൽ അതിനകത്ത് ഇടപെട്ടപ്പോൾ അത് പോരാഞ്ഞിട്ട് ഇവർ SP എടുത്തുകൊണ്ട് കൊടുത്തു. അപ്പോൾ ഇങ്ങനെ പല വിധത്തിലുള്ള ഓരോ വൃത്തികേടുകളൊക്കെ ആയിട്ടാണ് ഇങ്ങനെ നടക്കുന്നത്. പിന്നെ വേറൊരു ഞങ്ങളുടെ ഇടവക്കാരുടെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത്, വാ തുറന്നാൽ ഈ വൈദികം കള്ളത്തരേ പറയുള്ളൂ. ഇന്ന് വരെ ഈ അൾത്താരയിൽ ഇങ്ങനെ സത്യം പറഞ്ഞിട്ടില്ല. പിന്നെ ഇതുകൂടാതെ ഈ പള്ളിയുടെ ഒരു സൈഡിൽ 35, മറ്റേ സൈഡിൽ 30, അങ്ങനെ 70 ബെഞ്ചുണ്ട്. ഈ ബെഞ്ച് നിറച്ച ആൾക്കാരിരുന്ന് 8 പേര് വീതിരിക്കുന്നതാണ്. ആ ബെഞ്ച് നിറച്ച ആൾക്കാരിരുന്നിട്ട് പള്ളിയുടെ സൈഡിലും കൂടെ ചെയറിട്ട് മോണ്ടടത്തിനും കൂടെ ചെയറിട്ട് ആൾക്കാരിരുന്നുകൊണ്ടിരുന്ന സ്ഥാനത്ത് ഇന്ന് പകുതി ആൾക്കാർ ഈ പള്ളി വരുന്നില്ല. കാരണം ഞായറാഴ്ച ദിവസം വേറെ പള്ളിയിൽ പോവുക. ഇങ്ങനെ ഈ കള്ളത്തരവും ഈ പ്രവൃത്തിയും കൊണ്ടുള്ള ഈ കുർബാന ആരും ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ ഞങ്ങൾ മര്യാദയ്ക്ക് എന്നൊരു 3-4 പ്രാവശ്യം അരമനെ ചെന്ന് ഈ സംഗതിയിൽ പറഞ്ഞു. ഇത് സാധാരണ അരമനയിൽ പരാതി കൊടുത്തു കഴിഞ്ഞാൽ 1 മാസത്തിനകം തീർച്ച ഉണ്ടാകണമെന്നുള്ളത്. 5-8 മാസമായി ഇങ്ങനെ ഇട്ട് വീണ്ടും ഇവിടെ ഇട്ടുകൊണ്ട് കളിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ അതിന് പ്രതിഷേധമായിട്ടാണ് ഞങ്ങൾ കഴിഞ്ഞ ഞായറാഴ്ച ഇവിടെ ഒരു ഫ്ലെക്സ് ബോർഡ് വെക്കുകയും ആൾക്കാർ ഇവിടെ കൂടുകയും ഒരു ധർണ പോലെ ഇവിടെ കാണിക്കുകയും ചെയ്തത്. അതിപ്പോൾ ഒരു സൂചന എന്നുള്ളതേ ഉള്ളൂ. അപ്പം ഞങ്ങൾ ഏത് വിധത്തിൽ നോക്കിക്കഴിഞ്ഞാലും ഒരു പ്രകാരത്തിൽ ഈ വൈദികനുമായിട്ട് ഞങ്ങൾക്ക് സഹകരിച്ച് പോകാൻ പറ്റത്തില്ല. കാരണം ഈ ഇടവക്കാരെ മുഴുവൻ കൊണ്ട് കേസ് കയറ്റി. അത് കഴിഞ്ഞിട്ട് ഇപ്പം ഇവിടെ ഒരു മെത്രാൻ വരുന്നെന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങളെ 5 പേരെ വീട്ടുതടങ്കലിൽ കൊണ്ടുപോയി. ഇതൊക്കെ കോട്ടയം രൂപതയിൽ ഇന്നുവരെ നടക്കാത്തൊരു സംഭവമാണ്. കഴിഞ്ഞ 2023 ഏറ്റുവാനൂർ ടിപ്സിയുടെ ഫ്രണ്ടിൽ വെച്ച് ഒരു വൈദികൻ, കടുത്തിരുത്തി എന്ന് പറഞ്ഞൊരു വൈദികൻ കള്ളടിച്ച് വന്ന് ഒരു വണ്ടി ഇടിച്ച് നശിച്ചു. ഞാനിവിടെ കൂടിയാണ് അവിടുന്ന് അവരെയൊക്കെ എടുത്ത് മാറ്റിയത്. ഒരാൾ അതിരമ്പുഴക്കാരനൊരുത്തം മരിച്ചു. എൻ്റെ അറിവിൽ 50 ലക്ഷം രൂപ മറ്റാണ് കൊടുത്തത്. പിന്നെ ഒരുത്തന്നെ ബൈക്ക് മേടിച്ച് കൊടുത്തു. ഈ ഭാര്യയ്ക്കും ഭർത്താവിനും കൊച്ചിനും ട്രീറ്റ്മെൻറ്റ് കാരിത്താസിൽ കൊടുത്തു. ഇതൊക്കെ മിനിറ്റ് നേരം കൊണ്ട് ഒരു പേപ്പറെ പോലെ വരാതെ ഇവർ ഒതുക്കി തീർന്നു ഈ സംഗതികളൊക്കെ. അതല്ല, ഇങ്ങനെ കുപ്രസിദ്ധിയായിട്ടുള്ളതും ഈ വൈദികർക്ക് വേണ്ടിയ ഗുണങ്ങളും ഇവർ അന്നേരം തീർത്തു കൊടുക്കും. എന്നാൽ ഈ 2 കുഞ്ഞുങ്ങളുമായിട്ട് ഒരു തള്ളയെന്ന് ആത്മഹത്യ ചെയ്തു. ഇപ്പോൾ എന്താണ് എന്നുള്ളത് അത് നിയമപരമായിട്ട് അത് അന്വേഷിക്കുകയോ അല്ലെ അതിനൊരു അനുശോചനം രേഖപ്പെടുത്തുകയോ ഇതിനാൽ യാതൊന്നും ഞങ്ങളുടെ ഈ സഭയുടെ ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല ഇന്നുവരെ. അത് ഞങ്ങൾ ഒരുപാട് ഖേദം പ്രകടിപ്പിക്കുന്നുണ്ട് അതിനകത്ത്. പിന്നെ അതുപോലെ തന്നെ കാരിത്താസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട്. ഇപ്പോൾ കാരിത്താസ് ചെല്ലുന്നവർക്കെല്ലാം ജോലി കൊടുക്കാമെന്ന് പറയുന്നില്ല. ഇപ്പോൾ ഓരോ ഹോസ്പിറ്റലിനെക്കുറിച്ച് ഓരോ ഹോസ്പിറ്റലില്ല, എല്ലാ ഹോസ്പിറ്റലിനെക്കുറിച്ചും പരാതിയുണ്ട്. അതൊന്നും എല്ലാം നിർത്തിക്കൊണ്ട് പോകാൻ പറ്റത്തില്ല. പക്ഷേ ഈ സ്ത്രീ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇവർ പറയുന്നുണ്ട് എത്രയാ 10 വർഷത്തെ ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് ജോലി കൊടുക്കാനൊക്കത്തില്ല. പിന്നെ എന്തിനാണ് ഈ സ്ത്രീയോട് പറഞ്ഞത് 1 വർഷം ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യാമെങ്കിൽ ജോലി തരാമെന്ന് പറഞ്ഞു. 1 വർഷം ഫ്രീ ആയിട്ട്. പക്ഷേ അതുകൊണ്ടൊന്നുമല്ല കാരണം. അതിൻ്റെ യഥാർത്ഥ കാരണം ഇവരുടെ ഹസ്ബൻഡ് ബ്രദർ വൈദികനാണ് ഇതിൻ്റെ കാരണം എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് നിയമത്തിൻ്റെ പിന്നെ കൊണ്ടുവന്ന് ഇതിൻ്റെ കാര്യം എന്നാന്ന് അന്വേഷിച്ച് അത് അതിൻ്റെ തീരുമാനം ഉണ്ടാക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു അഭിപ്രായം. ഞങ്ങളുടെ കനാനായ പാരമ്പര്യം അനുസരിച്ച് വംശനാശം വന്നുകൊണ്ടിരിക്കുന്ന ഒരു പാരമ്പര്യമാണ് കനാനായ സമുദായം. അതിന് അടുത്ത കാലങ്ങളിൽ ഈ സഭയാണെങ്കിൽ ഒരു കുടുംബത്തിൽ 4 പിള്ളേരുണ്ടാകുകയാണെങ്കിൽ ആ 4 പിള്ളേർക്ക് അവർക്ക് ഗോൾഡ് കോയിൻ അവർക്ക് സമ്മാനമായിട്ട് കൊടുത്തിരുന്നു. ഇപ്പം ഈ 2 കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാതെയും പിന്നെ ഇതിനും പുറകോട്ട് നോക്കിയെന്നാൽ ഒരു കുട്ടിയാണെന്നുള്ളതിൽ ഇവിടെ കോട്ടയം അരമനയിൽ കുളത്തിൽ വീണുപോയി ഒരു അഭയ എന്ന് പറയുന്ന ഒരു കന്യാസ്ത്രീ മരിക്കുകയുണ്ടായി. എന്നിട്ട് ഇങ്ങനെയുള്ള വൈദികരുടെയും കന്യാസ്ത്രീകളുടെയും ആ കന്യാസ്ത്രീയുടെ കുടുംബത്തെ അവസാനം ഇവരാണെന്നുള്ളതിൽ എല്ലാവർക്കും ഭ്രാന്താക്കി ഇവരാണ് കോടതിയിൽ ഇത് കൊടുത്തു.
ഇപ്പം ജ്ഞാനായ സമുദായത്തെ ഇവർ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴത്തെ മൂലക്കാട്ട് മെത്രാൻ ഇപ്പം ചെയ്തിരിക്കുന്ന പരിപാടി മാറ്റി മാറ്റി കോടതികളിൽ ഓരോരോ കേസുകൾ മാറ്റി മാറ്റി വിടുക. എന്നിട്ട് ഇവിടെയുള്ള ജനങ്ങളുടെ കാശെടുത്ത് ഇവർ ദുർവിനിയോഗം ചെയ്യുക. ഇവരുടെ ഏത് കാര്യങ്ങൾക്കും അവർ പറയുന്ന പോലെ കേട്ടില്ലെങ്കിൽ അവനെ വംശനാശം വരുത്തുന്ന പോലെ അവർ ഓരോ പ്രവൃത്തികളും ചെയ്യുക. ഇദ്ദേഹം ഒരു നല്ല രീതിയിലല്ല ഇവിടുത്തെ കോട്ടയം രൂപതയിൽ തന്നെ ഇദ്ദേഹം ചാർജ് എടുത്ത് വന്നത്. ഈയിടെ വേറൊരു സഭയിൽ നിന്ന് ഈയിടെ ചാർജ് എടുത്ത് വന്ന അന്ന് വല്ലം റോസ് അന്ന് മുതൽ ഇദ്ദേഹത്തിന് ഈ സഭയെ നശിപ്പിക്കണം. അതിൻ്റെ ഒരു ചൂതാട്ടക്കളി പോലെ അച്ഛന്മാർക്ക് സെൻട്രമി കൊടുത്തും മറ്റുള്ള അച്ഛന്മാർ കണ്ടാണ് ചൂതാട്ടക്കളി നടത്തുന്നതിന് മാത്രം ഇവർ സപ്പോർട്ട് ചെയ്യുക. ഒരു 2 കൊച്ചുങ്ങളെ കൊണ്ട് പോയി ആത്മഹത്യ ചെയ്തിട്ട് ആ കൊച്ചുങ്ങളുടെ വീട്ടുകാരെ ഒന്ന് സംരക്ഷിക്കാനോ ആ വീട്ടുകാർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാനോ ഇവർ ചെയ്തില്ല. നമുക്കറിയാമല്ലോ 500 കോടി മുതൽ 1500 കോടി രൂപ വരെ അഭയാക്കേസിന് വേണ്ടിയിട്ട് ഇവർ ചിലവഴിച്ചെന്നാണ് പറയുന്നത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ നിന്നിട്ട് ഈ കൊച്ചിനും ഭാര്യയ്ക്കും എന്ത് കിട്ടുമെന്നാണ് നീതി കിട്ടുമെന്നാണ് പറയുന്നത്. ആ കൊച്ചിൻ്റെയും ഭാര്യയുടെയും കെട്ടിവനായിരിക്കുന്ന കെട്ടിവൻ്റെ ചേട്ടനെ സംരക്ഷിച്ചുകൊണ്ട് ഇന്നും കോട്ടയം രൂപതയുടെ അരമനയിൽ ഇരുത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത് കേട്ടുന്നത്. പിന്നെ ഇവർ ആരെ സംരക്ഷിക്കുമെന്നാണ് പറയുന്നത്. അതിൻ്റെയൊക്കെ ജനവികാരമാണ് ഇപ്പം ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. 2 നിങ്ങൾ പിള്ളേരെ ഉണ്ടാക്കിക്കോ എന്ന് ഇവർ പറയും. എന്നിട്ട് ഈ പിള്ളേരെ ഉണ്ടാക്കിയിട്ടോ പിള്ളേരെയാണെന്ന് സെൻട്രമി കൊടുത്തിട്ടും ഇവരുടെ ചൂതാട്ടത്തിനനുസരിച്ച് പിള്ളേരെ വളർത്തുക. ഇതൊന്നും ഇനിയുള്ള കാലത്ത് ഇതൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ല. അതിൻ്റെ പ്രതിഷേധമാണ് ഇവിടെ എൻ്റെ ഓരോ ഇതും അരങ്ങേറിക്കൊണ്ട്. അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കാണ് ഇവിടെ എൻ്റെ 2-3 വർഷം മുമ്പ് ഇവിടുത്തെ ഈ പഴയ കൈക്കാരൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ പുതിയ 2 കൈക്കാരന്മാരെ ഇവിടെ തിരഞ്ഞെടുത്ത് ആ കൈക്കാരന്മാർ 2 വർഷം ഇവിടെ അന്തസ്സായ രീതിയിൽ പള്ളിയുടെ കാര്യങ്ങൾ നടത്തി. അത് കാരണമാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വൈരാഗ്യം രൂപതയ്ക്ക് ഞങ്ങളോട്. അതിന് ഏറ്റവും കൂടുതൽ കൊട പിടിച്ചു കൊടുക്കുന്നത് ഈ രൂപതയുടെ വൈസ് ചാൻസലറായിരിക്കുന്ന BG എന്ന് പറയുന്ന പേരെടുത്തിരിക്കുന്ന മൈക്കിൾ വെട്ടിക്കാടനാണ്. അദ്ദേഹമാണ് ഇതിന് മുഴുവൻ കൊട പിടിച്ചുകൊണ്ട്. അയാളുടെ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പ്രശ്നം തീരാനല്ലേ ഉള്ളൂ. ഞങ്ങൾ എത്ര പ്രാവശ്യം ഇവരുടെ കാല് വിട്ടുകൊണ്ട് ഇവരുടെ അരവണ ചെല്ലുന്നത്. അവസാനം ഞങ്ങൾ നിർവാഹമില്ലാമെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കാണ് അച്ഛനാണ് ഇവിടെയാണെങ്കിൽ ഒരുത്തൻ്റെ കല്യാണം ഇവിടെ വെഞ്ചരിക്കാനായിട്ട് ആശീർവദിക്കാനായിട്ട് ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ മനഃപൂർവ്വം ഞങ്ങളുടെ മെമ്മോറാണ്ട് സ്വീകരിച്ചിട്ട് നിങ്ങൾ പോയാൽ മതി എന്ന് പറഞ്ഞ് അവസാനം നിർവാഹമില്ലാതാണ് മേടിച്ചു. എന്നിട്ട് പറഞ്ഞ് 10 ദിവസത്തിനകം ഞങ്ങൾക്ക് ഇതിൻ്റെ മറുപടി തരണമെന്ന് പറഞ്ഞ് 15 ദിവസമായിട്ട് ഞങ്ങൾക്ക് കിട്ടിയില്ല. അവസാനം ഇവിടുന്ന് 2 കൈക്കാരന്മാരും ഇവിടുത്തെ 2 ജനപ്രതിനിധികളുമായിട്ടുണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നിങ്ങളുടെ പണി നോക്കിക്കൊള്ളാനാണ് പറഞ്ഞത്. നിങ്ങൾ കേസിൻ്റെ വഴിക്ക് ഞങ്ങൾ അറിയാമെന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ കഴിഞ്ഞ വിഭൂതി പെരുന്നാളിൻ്റെ അന്ന് ഞാനിവിടെയാണെന്നുള്ളതിൽ ആ 2 കുഞ്ഞുങ്ങൾ മരിച്ച എന്നാ വിഭൂതി പെരുന്നാൾ അടക്കുന്നതെന്നാണ്. അന്ന് ഞാനിവിടെ വന്ന് അൾത്താരയിലേക്ക് നോക്കിക്കൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷ പറയുക 2 കുഞ്ഞുങ്ങൾ അച്ഛൻ്റെ മുന്നേ വന്ന് നിൽക്കുന്നതായിട്ടാണ് ഞാൻ കാണുന്നത്. എനിക്ക് എൻ്റെ കൺട്രോൾ പോയി. ഞാൻ നേരെ എന്നിട്ട് അച്ഛനാണെങ്കിൽ എല്ലാവരെയും എൻ്റെ തൊട്ട് തലോടി ഇങ്ങനെ എന്നെ കുരിശ് വരച്ച് വിടുക. ഞാൻ പറഞ്ഞു അച്ഛൻ നിർത്തിയേര്. ഞാൻ കൈകൊണ്ട് ഇങ്ങനെ പൊക്കി കാണിച്ചിട്ട് ഞാൻ പറഞ്ഞു ഞാനൊന്നും മിണ്ടിയില്ല. ഞാനൊന്ന് ചിരിച്ചിട്ട് ഞാൻ അതിനകത്തുനിന്ന് കൈമുക്കി ഞാൻ അവിടെ കുരിശ് വരച്ചിട്ട് ഞാനങ്ങ് പോയി. അതിന് ഇവിടുത്തെ അരമനെ കൊടുത്തിരിക്കുന്ന ഇതെന്താണെന്നറിയോ? ഒരാൾ വന്ന് ഒരു വിശ്വാസി വന്ന് ആ വിശ്വാസിയാണെങ്കിൽ അച്ഛൻ്റെ കൈ പിടിച്ച് തിരിച്ചു. 450 പേര് ഈ പള്ളിക്കകത്തുണ്ടെന്നേരം ഒരു മനുഷ്യൻ അറിഞ്ഞിട്ടില്ല. എന്നിട്ട് അവിടെ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടാണ് ഒരു വിശ്വാസി കൈപിടിച്ച് തിരിച്ചെന്ന്. ആ വിശ്വാസി ആയതാണെന്ന് കൈക്കാരന്മാർക്ക് അറിയണ്ടേ? കൈക്കാരന്മാരുടെ അല്ലേ പള്ളിയുടെ അധികാരികൾ. അങ്ങനെയുള്ള കാര്യത്തിൽ കൈക്കാരന്മാരെ കുറ്റപ്പെടുത്തും. ബാക്കിയുള്ള കാര്യത്തിലാണെങ്കിൽ അച്ഛൻ ചെക്ക് ബുക്കും ഇവിടുത്തെ സർവ്വസാമഗ്രികളും അച്ഛൻ്റെ വള്ളിയിൽ പോലും വെക്കാതെ കണ്ട വീടുകളിൽ കൊണ്ട് പാസ് വെച്ചിരിക്കുക. അവസാനം അച്ഛൻ പോകേണ്ട സമയമായപ്പോഴത്തേക്കും ബലമായിട്ട് മേടിപ്പിച്ച് ഇവിടെ വെച്ചിട്ടുണ്ട്. ആ രൂപത്തിലാണ് ഈ പള്ളി നടത്തുന്നത്. എന്നിട്ട് അവസാനം ഇവർ തിരക്കി കഴിഞ്ഞപ്പം പ്രതി ഞാനാ. എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ ആ CCTV അല്ലേ ഇവിടെ ഉള്ളത്, നിങ്ങൾ നോക്കി. ഞാൻ ഇതൊരു ആദ്യമേ തമാശ പോലെ ഞാൻ കണ്ട്. അവസാനം CCTV നോക്കാൻ പറഞ്ഞപ്പം അച്ഛൻ പറഞ്ഞു അങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടായിട്ടില്ലെന്ന്. ഇതാണ് ഇവിടുത്തെ കെട്ടുകഥകൾ. ഇത് മിശാതമ്പുരാൻ്റെ വഴികളിലൂടെയാണ് ഈ പാതിരികളിൽ സഞ്ചരിക്കുന്നതെന്നുള്ളത്. ഇന്നത്തെ വിശ്വാസികളെ അടിമപ്പെടുത്തി ജീവിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് കാരണം ഇതൊന്നുമല്ല ഇവിടുത്തെ പ്രശ്നം. 2 കുഞ്ഞുങ്ങളെ കൊണ്ട് ആ റെയിൽവേ ട്രാക്കിലേക്ക് പോയത്. അത് ആരാണ് അതിൻ്റെ ഉത്തരവാദി? അച്ഛൻ്റെ ഈ കെട്ടിവൻ്റെ ചേട്ടൻ. ആ ചേട്ടനെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് അരവനെ. മനസ്സിലായില്ലേ? അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ പ്രതിഷേധം ഈ കഴിഞ്ഞ ദിവസം നടന്നത്. അതിനിവിടെയാണെങ്കിൽ കുറച്ച് ഇതുണ്ടല്ലോ, എവിടെ ചെന്നാലും ഉണ്ടല്ലോ അച്ഛന്മാരെ താങ്ങി നടക്കുന്ന കുറേ പേര്. അതുകൊണ്ട് ഇവിടെ അങ്ങനെയൊന്നുമില്ല. ഇവിടെ ഞങ്ങളാണെങ്കിൽ എല്ലാവർക്കും ഒരു ക്ഷമയോടും നല്ല സൗഹാർദ്ദത്തിലും പോകുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് ഇവിടെയാണെന്നുള്ളൊരു ആർക്കും ഒരു ഇതുമില്ല. പക്ഷേ ഇവിടുത്തെ കാര്യങ്ങൾ നടക്കണം. ഞങ്ങൾക്കൊരു നല്ല മാലകാട് പെരുന്നാളാണ് വരുന്നത്. ആ പെരുന്നാൾ നല്ല രീതിയിൽ നടത്തണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഞങ്ങളെല്ലാവരും ഇവിടെ അരമനെ പോയത്. എന്നിട്ടാണ് ഞങ്ങൾക്ക് എന്താ പ്രതികരണമാണിത്. നിങ്ങളുടെ വഴി നോക്കിയോ, ഞങ്ങൾ നോക്കിക്കോളാമെന്ന്. ആ ആളെ എന്ത് ചെയ്യാമെന്ന്. എന്നെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. അതെനിക്ക് നല്ല ധൈര്യമാണ്. ഞാൻ വളർന്നു വന്ന സിറ്റുവേഷനും അങ്ങനെയാണ്. എന്നെ പേടിപ്പിക്കാൻ ആരും നോക്കി നിന്നിട്ട് ഞാൻ വിട്ടുകൊടുക്കില്ല. അതുപോലെ തന്നെ ഞാനൊരു നീണ്ടൂർ ഇടവയിലെ അംഗമാണ്. ഇവിടെ ഒരു സൂയിസൈഡ്
വൈദികനാണ് വന്നിരിക്കുന്നത്. സൂയിസൈഡ് സ്ക്വാഡ് വൈദികൻ. അതായത് രൂപതയുടെ മേലധ്യക്ഷന്മാർക്ക് വൈരാഗ്യവും തർക്കങ്ങളും എന്തെങ്കിലും അവരുടെ ഇടൻ അജണ്ടകൾ നടപ്പാക്കാൻ സാധിക്കാത്ത വരുന്ന അവസ്ഥയിൽ വിടുന്ന ഒരു വൈദികനാണ് സൂയിസൈഡ് പ്രീസ്റ്റ് സ്ക്വാഡ്. അതിൽപ്പെട്ടതാണ് ഇപ്പോൾ നീണ്ടൂർ ഇടവക ഇരിക്കുന്ന വൈദികൻ. ആ വൈദികൻ്റെ ചെയ്തികൾ നീണ്ടൂരിലെ ഇടവക ജനങ്ങൾക്ക് സ്വീകാര്യമല്ല. ഇവിടെ 162 വർഷങ്ങളായിട്ട് ഒത്തിരി വൈദികർ വന്നിട്ടുണ്ട്. പക്ഷേ ആ വൈദികരൊന്നും എല്ലാവരും നീണ്ടൂരിലെ ഇടവകയെ സഹകരിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വൈദികൻ്റെ ചെയ്തികൾ മൂലം ഈ ജനങ്ങൾ പൊറുതിമുട്ടിയിരിക്കുകയാണ്. ഈ വൈദികനെ മാറ്റണമെന്ന് ഞങ്ങൾ പല മെമ്മോറാണ്ടങ്ങളും അധികാരികൾക്ക് കൊടുത്തു. പക്ഷേ അവരുടെ ഇടൻ അജണ്ട ഈ സൂയിസൈഡ് പ്രീസ്റ്റിനെ ഇവിടെ നിലനിർത്തണമാണ്. പുള്ളിയുടെ പ്രൊഫൈൽ ഹിസ്റ്ററി തന്നെ പുള്ളി എന്നും എവിടെയും കേസും ഇതുമായിട്ട് നടക്കുന്ന ഒരു വൈദികനാണ്. ഈ വൈദികനെ മാറ്റാൻ എത്രയും പെട്ടെന്ന് അധികാരികൾ എത്രയും പെട്ടെന്ന് തീരുമാനം എടുക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് അപേക്ഷിക്കുന്നു. എല്ലാ കേസുകളും എല്ലാവർക്കും അറിയാവുന്ന മെമ്മോറാണ്ടങ്ങളെല്ലാം എഴുതിയിട്ടുള്ള അത് ഇവിടെ ഇനിയിപ്പം പുനരാവിഷ്കരിക്കുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. അതായത് പൊതുയോഗ തീരുമാനങ്ങൾ ജനങ്ങളെല്ലാവരും കൂടെ എടുക്കുന്ന തീരുമാനങ്ങൾ വരും. അവിടെ വെച്ച് പുള്ളി എല്ലാം സമ്മതിക്കും. തിരിച്ചു വരുമ്പോൾ ഒരു പുള്ളി തീരുമാനത്തിൽ ഒന്നും നടപ്പിലാക്കാറില്ല. പലതും ബ്ലാങ്കായിട്ട് പുള്ളി ഇട്ടിട്ട് പുള്ളിയുടെ തീരുമാനങ്ങളാണ് പുള്ളി അവിടെ എഴുതി വെക്കുന്നത്. ഇതൊക്കെ വളരെ വ്യക്തമായി പലപ്പോഴും ചോദിച്ചിട്ടുള്ളതാണ്. ഞങ്ങളുടെ മെമ്മോറാണ്ടങ്ങൾ ഇതെല്ലാം വളരെ വ്യക്തമായിട്ട് ഞങ്ങൾ കാണിച്ചിട്ടുണ്ട്. പക്ഷേ അധികാരികൾ ഈ സൂയിസൈഡ് പ്രീസ്റ്റിനെ ഇതിനെ കരുവാക്കി ഇവരെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ശരിക്കും നമ്മുടെ നീണ്ടൂർ ഇടവയിൽ നടക്കുന്ന ഈ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ പ്രക്ഷോഭങ്ങൾ അല്ലെങ്കിൽ ഞങ്ങൾ അതിനെ പ്രതിരോധിക്കാൻ കാരണം ഇവിടെ വലിയൊരു നീതികേട് അല്ലെങ്കിൽ നീതിക്ക് വേണ്ടിയുള്ളൊരു പോരാട്ടം ഞങ്ങൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ഏറ്റവും അതിൻ്റെ രത്നചുരുക്കമായിട്ട് പറഞ്ഞെന്നാൽ നമ്മുടെ കാനായ പള്ളികളിലെല്ലാം തന്നെ ഈ വാർഡ് യോഗങ്ങൾ, ഇവിടെ ഞങ്ങൾ പറയുക കൂടാര യോഗങ്ങളാണ്. നീണ്ടൂർ പള്ളിയെ സംബന്ധിച്ച് മൊത്തം 16 കൂടാരങ്ങളാണ് ഉള്ളത്. 16 കൂടാര യോഗങ്ങൾ. ഇത് 3 വർഷം കൂടുമ്പോൾ ഇതിന് തിരഞ്ഞെടുപ്പ് നടത്തും. ഈ കഴിഞ്ഞ വർഷം ഇവിടുത്തെ തിരഞ്ഞെടുപ്പുകളിൽ നടത്തി 16 കൂടാര യോഗങ്ങളും തിരഞ്ഞെടുപ്പ് നടത്തി. അതിനകത്ത് ഒരു കൂടാരത്തെ മാത്രം ഉൾക്കൊള്ളുവാനായിട്ട് വികാരി തയ്യാറല്ല. അതാണ് നമ്മുടെ അടിസ്ഥാന പ്രശ്നം. ആ ഒരു വ്യക്തിയെ, അതായത് ഇവിടെ വരുന്ന 2A, അത് 2A, അതായത് സെൻറ്റ് സെബാസ്റ്റ്യൻസ് വാർഡ് എന്ന് പറയുന്ന വാർഡിൽ ആ വാർഡുകാർ തിരഞ്ഞെടുത്ത ശ്രീ ജോർജ് കതലിക്കാട്ടിൽ എന്ന വ്യക്തിയാണ് ജനങ്ങൾ തിരഞ്ഞെടുത്തത്. പക്ഷേ അദ്ദേഹത്തെ അംഗീകരിക്കുവാനായിട്ട് നമ്മുടെ വികാരി തയ്യാറല്ല എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നങ്ങളുടെ തുടക്കം. അത് അദ്ദേഹം തെറ്റായ, അതായത് ഈ ഇടവകയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്നവരെ രൂപതയിൽ നിന്നും അംഗീകരിച്ചു തരണമെന്നാണ് ഞങ്ങളുടെ നിയമഗ്രന്ഥത്തിൽ പറയുന്നത്. അപ്പം ഇവിടുന്ന് കൊടുക്കുന്ന ലിസ്റ്റിനകത്ത് ജോർജിൻ്റെ പേര് ഒഴിവാക്കി അദ്ദേഹം ഇവിടെ തിരഞ്ഞെടുത്ത നിയമാനുസൃതമല്ല എന്ന് ചേർത്താണ് റിമാർക്ക് എഴുതി കൊടുത്തത്. പക്ഷേ എന്ത് കാരണത്താലാണ് അദ്ദേഹം ഇവിടെ യോഗ്യനല്ല എന്നുള്ളത് ഇദ്ദേഹം പറയുന്നില്ല. ജോർജിനെ എന്തുകൊണ്ടാണ് ഇവർ അംഗീകരിക്കാത്തത്? അപ്പോൾ അതിനിപ്പോൾ അവർ ഉണ്ടാക്കിയിരിക്കുന്ന പുതിയൊരു കഥയെന്ന് പറയുന്ന ജോർജ് താമസിക്കുന്നത് ഈ നീണ്ടൂർ പള്ളിയുടെ പരിധിക്കുള്ളിലല്ല. നീണ്ടൂർ പള്ളികൾക്കും പരിധിക്കുണ്ടെന്നാണ് ഇവർ പറയുന്നത്. എന്നാൽ ഇവർ കാണിക്കട്ടെ നീണ്ടൂർ പള്ളിയുടെ പരിധി എവിടെ വരെയാണ്. അവർ സർവേ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കാണിക്കട്ടെ. എവിടെയാണ് നീണ്ടൂർ പള്ളിയുടെ പരിധി? ജോർജ് നീണ്ടൂർ ഇടവക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ കൂടി പൂർവികർ കൂടി ചെയ്ത പള്ളിയായത്. ഈ പള്ളി നിർമ്മിച്ച ആൾക്കാരുടെ കൂട്ടത്തിൽ ജോർജിൻ്റെ പൂർവികരുണ്ട്. ജോർജ് ഈ ഇടവകയിൽ ജനിച്ചു വളർന്ന മനുഷ്യനാണ്. ഇപ്പോൾ അദ്ദേഹത്തിന് നീണ്ടു ജീവിച്ചെന്നാൽ താമസിക്കാൻ അദ്ദേഹത്തിന് ജീവിക്കാൻ സാധിക്കത്തില്ല. പള്ളി നമുക്ക് സഹായം വല്ലതും കിട്ടും. അദ്ദേഹം സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം ഏറ്റുമാനൂർ ഭാഗത്ത് താമസിക്കുന്നു. തന്നെയല്ല, ആ ഏറ്റുമാനൂർ ഭാഗത്ത് അദ്ദേഹം താമസിക്കുമ്പം ആ അദ്ദേഹത്തിന് ഭവനം വെഞ്ചരിച്ച് കൊടുത്തത്, അല്ലെങ്കിൽ ഈ പള്ളിയിൽ നിന്ന് അച്ഛൻ പോയ അദ്ദേഹത്തിൻ്റെ ഭവനം ഏറ്റുമാനൂർ വെഞ്ചരിച്ചത്. മനസ്സിലായി? അപ്പോൾ ഈ അദ്ദേഹത്തിൻ്റെ ജൂറിസ്ഡിക്ഷൻ അല്ലെങ്കിൽ അദ്ദേഹം പോയി വെഞ്ചരിക്കുമായിരുന്നോ? അപ്പം തന്നെയല്ല, ഈ ജോർജ് എന്ന് പറയുന്ന വ്യക്തി 2022-24 വർഷം, അതായത് 2 വർഷം, 2 സാമ്പത്തിക വർഷം ഈ നീണ്ടൂർപ്പള്ളിയുടെ കൈക്കാരനായിട്ടിരിക്കുന്ന ആളാണ്. അന്നേരമാണ് അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുന്നത് കൂടാരോ പ്രസിഡൻ്റായിട്ട്. അപ്പോൾ കൈക്കാരനായിട്ടിരിക്കാൻ യോഗ്യനായൊരു വ്യക്തി കൂടാരോ പ്രസിഡൻ്റായിട്ട് ഇരിക്കുവാൻ യോഗ്യനല്ല എന്നാണ് ഇപ്പം പറയുന്നത്. ഇത് ശരിയല്ല എന്ന് ഞങ്ങളുടെ ഇടവയിൽപ്പെട്ട തന്നെ ഈ പ്രശ്നങ്ങൾ തീർക്കുവാനായിട്ട് താല്പര്യമുള്ള, ആത്മാർത്ഥതയുള്ള 2 വൈദികർ പറഞ്ഞു ഇത് ശരിയില്ല, അത് ന്യായമല്ല പറയുന്നത്. ഇവിടുത്തെ 2 വർഷത്തെ കൈക്കാരനായിട്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് 16 വരുന്ന 16 കൂടാരങ്ങളിൽ ഒന്നായിട്ട് വരുന്ന ഒരു കൂടാരത്തിൻ്റെ പ്രസിഡൻ്റായിരിക്കാൻ യോഗ്യനല്ല എന്ന് പറയുന്നത് ശരിയല്ലെന്ന് പറഞ്ഞു.
അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ കഴിഞ്ഞ 30/5/2024 ഏതാണ്ട് 111 പേര് ഒപ്പിട്ട ഒരു നിവേദനം ഞങ്ങളുടെ മെത്രാന് കൊടുത്തു. പക്ഷെ ഇവിടുത്തെ മെത്രാൻ തന്നെ ഉണ്ടാക്കിയ നിയമമാണ് ഇവിടെ നടമാടിക്കൊണ്ടിരിക്കുന്നത്. ആ നിയമത്തിൽ പറയുന്നത് ഒരു പരാതി മെത്രാന് കൊടുത്തെന്നാൽ 30 ദിവസത്തിനകം തീരുമാനം ഉണ്ടാക്കണമെന്ന്. ഇപ്പം ഏതാണ്ട് 10 മാസത്തോളമായി ഇതുവരെ ഞങ്ങളെ വിളിക്കുകയാട്ടെ ഞങ്ങളോട് ചർച്ച ചെയ്യാൻ പോലും അവർ തയ്യാറായിട്ടില്ല. തുടർന്ന് 6/9/2024 ഇവിടുത്തെ പൊതുയോഗത്തിൻ്റെ ഒരു തീരുമാനത്തിനെതിരെ ഇവിടുത്തെ തിരട്ട് പാസ്സാക്കുക എന്നുള്ളൊരു തീരുമാനത്തിന് ഞങ്ങളൊരു പരാതി കൊടുത്തു. പക്ഷേ ഞങ്ങളുടെ പരാതി പരിഗണിക്കാതെ കൊണ്ട് അത് പാസ്സാക്കിയതായിട്ട് ഇവിടെ വികാരി ഇവിടെ രൂപതയുടെ ഉത്തരവ് വായിച്ചു. അപ്പം നമ്മുടെ നിയമഗ്രന്ഥത്തിൽ പറയുന്നത് ഒരു പരാതി ഉണ്ടെങ്കിൽ 30 ദിവസത്തിനകം തീർപ്പാക്കണമെന്നാണ്. അപ്പം ഞങ്ങളെ വിളിക്കുക പോലും ചെയ്യാതെ കൊണ്ട് അത്ര ധാർഷ്ട്യമാണ് ഇവർ കാണിക്കുന്നത്. ഇപ്പോൾ പിന്നീട് അതിന് ശേഷം കഴിഞ്ഞ 18/12 ഞങ്ങളൊരു പരാതി കൂടെ ബിഷപ്പിന് കൊടുത്തു. ഒരു തീരുമാനമില്ല. കഴിഞ്ഞ മാസം, അതായത് കഴിഞ്ഞ ഫെബ്രുവരി മാസം 20-ാം തീയതി ബിഷപ്പ് ഇവിടെ ഒരു വിവാഹം ആശീർവദിക്കാനായിട്ട് വന്നു. അന്ന് വേണ്ട 252 പേര് ഒപ്പിട്ടൊരു പരാതി ഞങ്ങളുടെ ബഹുമാനപ്പെട്ട മെത്രാൻ കൊടുത്തു. അദ്ദേഹം വാങ്ങി എന്ന വലിയ ഒരു ആശ്വാസകരമായ കാര്യമാണ്. പക്ഷേ നാളിതുവരെ തീരുമാനമായിട്ടില്ല. അപ്പോൾ ഇത്തരത്തിൽ ഇവരുടെ ധാർഷ്ട്യം, അതായത് നിയമങ്ങൾ ഇവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു, അതൊക്കെ ഇങ്ങനെ വെച്ചിട്ടേ ഉള്ളൂ, അതൊന്നും പാലിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. നിങ്ങൾ നിയമങ്ങളെല്ലാം പാലിച്ചുകൊള്ളണം, നിങ്ങൾ കൃത്യമായ പിരിവ് കൊടുക്കണം. ഒരു വർഷം കുറഞ്ഞത് ഞങ്ങളുടെ പള്ളിയിൽ നിന്നും 15 ലക്ഷം രൂപയോളം ഈ കോട്ടയം രൂപതയ്ക്ക് ഞങ്ങൾ കപ്പം കൊടുക്കുന്നുണ്ട്. പലതരത്തിലുള്ള പല പല പിരിവുകൾ, സ്വോത്ര കാഴ്ച ഇനത്തിൽ, അല്ലെങ്കിൽ തിരട്ട് വീക്ഷണത്തിൽ, പിന്നെ പ്രത്യേക ഉദ്ദേശത്തിലുള്ള പിരിവുകൾ, വിദ്യാഭ്യാസ സഹായ ഫണ്ട്, പസാരം, അങ്ങനെ പലതരത്തിലുള്ള കുറഞ്ഞതൊരു 15 ലക്ഷം രൂപ ഒരു വർഷം കൊടുക്കുന്നുണ്ട്. ഇതുപോലെ 140 പള്ളികളുണ്ട്. 140 പള്ളികളിൽ 15 ലക്ഷം കിട്ടിയാലും 10 ലക്ഷം വെച്ച് കൊടുത്ത് കണക്കൂട്ടിയ നമുക്കറിയാം എത്ര കോടി രൂപയെ കിട്ടുന്നുള്ളൂ. അപ്പോൾ ഇവർക്ക് സാമ്പത്തികമായ സാമ്പത്തികമായ ഒരു ഉന്നതിയുടെ ധാർഷ്ട്യമാണ്. ഞങ്ങളൊക്കെ കറവ പശുക്കളെ പോലെ നിങ്ങൾ പൈസയ്ക്ക് തന്നോണം, നിങ്ങളുടെ കാര്യങ്ങളൊന്നും ഇവിടെ പറയേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ അതൊക്കെ ഞങ്ങളങ്ങ് ചെയ്യും. ഇതൊന്നും ഇനി മുന്നോട്ട് ബുദ്ധിമുട്ടായിരിക്കും. ഇനി ഈ സൂചന കൊണ്ടൊന്നും ഇവർ ഞങ്ങളെ അംഗീകരിക്കാൻ തയ്യാറല്ല, അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടാൻ തയ്യാറല്ല. ഞങ്ങൾക്ക് നീതി കിട്ടിയാൽ മതി. ഞങ്ങൾക്ക് നീതി വീണ്ടും നിശ്ചയിക്കപ്പെടുന്ന സാഹചര്യമാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ ഈ സമരത്തിൻ്റെ രൂപം മാറും. ഞങ്ങളിതിന് പുറകോട്ട് പോകുന്ന വിഷയമില്ല, ഇത് മുന്നോട്ട് തന്നെ പോകും. ഇത് കാരണം നീതിക്ക് വേണ്ടി ഞങ്ങൾ സമരം, ഒരു ധൈര്യം ഞങ്ങൾക്കുണ്ട്. ഞങ്ങളുടെ ഈ പള്ളിയിൽ കൂടാരയോഗമുണ്ട്. കൂടാരയോഗം 2-3 പ്രാവശ്യം നടന്നിട്ട് അത് നടന്നില്ല. 3-ാമത്തെ പ്രാവശ്യം, കഴിഞ്ഞ പ്രാവശ്യം പെരുന്നാളിന് 12-ാം തീയതി, മെയ് 12-ാം തീയതി പെരുന്നാളിന് അങ്ങേര് വിളിച്ച് പറയും എൻ്റെ വീട്ടിൽ വെച്ച് കൂടാരയോഗം നടത്തുകയും ചെയ്തു. വിചാരിച്ചും വിളിച്ച് പറഞ്ഞ് കൂടാരയോഗം നടത്തി. കൂടാരയോഗത്തിൽ വന്ന ആൾക്കാരിൽ നിന്ന് ഞങ്ങൾ തിരഞ്ഞെടുക്കുക, പ്രസിഡന്റ് തിരഞ്ഞെടുത്ത് പുള്ളി അവിടുന്ന് കാപ്പിയൊക്കെ കുടിച്ചു, പ്രാർത്ഥനയൊക്കെ ചൊല്ലി സന്തോഷമായിട്ട് പോയ പുള്ളി, ആ പുള്ളി ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേന് അരമനയ്ക്ക് പെറ്റീഷൻ അയച്ചു. നിയമാനുസരണമല്ല ഈ കൂടാരയോഗം നടന്നിരിക്കണേ എന്നും പറഞ്ഞുകൊണ്ട് പെറ്റീഷൻ അയച്ചു. അതിൻ്റെ പേരിൽ ഇവിടുത്തെ കൂടാരയോഗം മൊത്തം, ഈ പള്ളിയിലെ കൂടാരയോഗം മൊത്തം നിന്ന് കിടക്കുവാണ്. പെരുന്നാൾ വരുന്നു, അതിന് തീരുമാനം ഉണ്ടാക്കണമെന്ന് അരമനയ്ക്ക് കൊടുത്തിട്ട് അവർ അംഗീകരിക്കില്ല. അവർ പറഞ്ഞാൽ ഞങ്ങൾ അംഗീകരിക്കില്ല, അതുകൊണ്ട് നിങ്ങൾ എന്നാന്ന് ചെയ്തു, നിങ്ങൾ അവിടെ അടി വെക്കുമോ എന്നൊക്കെയാണ് പറഞ്ഞത്. എന്ത് വേണമെങ്കിലും ചെയ്തോളാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ കൂടാരയോഗം ഞങ്ങളുടെ തിരഞ്ഞെടുത്താണെങ്കിൽ, വികാരിയച്ഛൻ്റെ അധ്യക്ഷതയിൽ തിരഞ്ഞെടുത്ത കൂടാരയോഗം ആണെങ്കിൽ ആ പ്രസിഡൻറ്റിനെ ഈ 3 കൊല്ലം ഞങ്ങൾ അംഗീകരിക്കും. അതിനിടയ്ക്ക് ഒരാൾ മാറ്റാൻ പറ്റി ഞങ്ങൾ സമ്മതിക്കില്ല.